എന്റെ പേര് നിഹാൽ ഫാറൂഖ്. ഞാൻ അൽ-അസ്ഹർ സെൻട്രൽ സ്കൂളിലെ ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ എഴുതിയ ബാഗ്ദാദിലെ കുള്ളൻ എന്ന ബാലസാഹിത്യമാണ്. വൈകല്യങ്ങളോടെയാണ് ജനിച്ചതെങ്കിലും അപകർഷം അശേഷം തോന്നാതെ ജീവിതം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത ഫൈസൽ എന്ന കുള്ളന്റെ കഥ അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്തമ മാതൃകയാണ്. മൂത്ത് എന്ന ബാഗ്ദാദിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഹക്കീം എന്നൊരു കേക്ക് കച്ചവടക്കാരനുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. ഫൈസൽ എന്നാണ് ആ പുത്രന് പേരിട്ടത്. ഫൈസൽ കുള്ളനായിട്ടാണ് ജനിച്ചത്. വലുതാവും തോറും അവന്റെ ഉള്ളിൽ ദൂരെ എവിടെയെങ്കിലും പോയി അത്ഭുത കൃത്യങ്ങൾ കാണിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഒരു ദിവസം മാതാപിതാക്കൾക്ക് കത്തെഴുതി അവൻ വീട് വിട്ടിറങ്ങി. ബാഗ്ദാദിലെ രാജകുമാരനെ പോലെ സുന്ദരനായ പൊക്കമുള്ള ഒരു മകൻ ഒരിക്കൽ എനിക്കുണ്ടാവുമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഹക്കീം അഭിമാനത്തോടെ ചോദിച്ചു. ഉവ്വ്, ഹക്കീം പറഞ്ഞിരുന്നു. എല്ലാവരും സമ്മതിച്ചു. നോക്കൂ, എന്റെ വാക്കുകൾ സത്യമായി. ഫൈസൽ ബാഗ്ദാദിലായിരുന്നു. അവനെ പോലെ എന്ന് ശക്തനും സുന്ദരനുമായ മറ്റൊരുവൻ രാജകുമാരൻ പോലും ഉണ്ടോ? ഒരു സഞ്ചി നിറച്ച് സ്വർണം കൊണ്ടുവരുന്നതിനേക്കാൾ വലുതാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വർണം പോലുള്ള ഒരു ഹൃദയം. അതുമതി എല്ലാവർക്കും നന്മ വരാൻ. അതെ, അതുമതി. വികാരവിവശനായ ഹക്കീം പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. രാജാവിന്റെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ വന്നു കളിയാക്കി ചോദിച്ചു. പകുതി ദൂരം പിന്നിൽ നിന്ന് ഞാൻ തുടങ്ങിയാൽ പോരെ കൊച്ചു മനുഷ്യ? വേണ്ട, ഞാൻ നിങ്ങളോടൊത്തു തുടങ്ങാം, ഫൈസൽ തറപ്പിച്ചു പറഞ്ഞു. രാജാവ് സ്വർണ്ണക്കാഹളം മുഴുവൻ ആജ്ഞാപിച്ചു. ഉടനെ ഇരുവരും ഓടിത്തുടങ്ങി. മാതൃക ചെരുപ്പുകളുള്ളതിനാൽ തെന്നി നീങ്ങിയ ഫൈസൽ നിമിഷങ്ങൾക്കുള്ളിൽ രാജാവിനെയും മറ്റും മറികടന്നു. അവൻ ജയിച്ചു. രാജാവ് ഫൈസലിനെ തന്റെ അരികിലേക്ക് വിളിച്ചു. നല്ല ശമ്പളത്തോടെ നല്ല വേഷങ്ങളോടെ അവനെ അദ്ദേഹത്തിന്റെ പ്രധാന ദൂതനായി ഉടനെ നിയമിച്ചു. യാത്ര ചെയ്ത് കുറെ സാഹസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ അത്ഭുത കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് അവൻ രാജകുമാരനെ പോലെ സുന്ദരനായി മാറുന്നു. ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്ന കഥ. നിങ്ങളെല്ലാവരും ഈ കഥ വായിക്കണം.